ഓസ്ട്രേലിയക്ക് പോകാൻ 491 വിസ. ഒരുപാട് പേര് ഇപ്പം മൈഗ്രേഷനായിട്ട് ഓസ്ട്രേലിയക്ക് പോകാനായിട്ട് പ്രിഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സബ് ക്ലാസ് 491, 190 എന്നൊക്കെ പറയുന്ന വിസ കാറ്റഗറിയിലോട്ടാണ് അവർ അപ്ലൈ ചെയ്യുന്നത്. ഒരുപാട് പേര് അതിനായിട്ട് ഇപ്പം ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് പോയിന്റ് ബേസ്ഡ് ആയിട്ടാണ് ചെയ്യുന്നത്. ഏജിന് പോയിന്റ് കിട്ടും, എക്സ്പീരിയൻസിന് പോയിന്റ് ഉണ്ട്, എഡ്യൂക്കേഷന് പോയിന്റ് ഉണ്ട്, അതുപോലെ തന്നെ ഈ ലാംഗ്വേജ് റിക്വയർമെൻറ്റിന് പോയിന്റ് ഉണ്ട്. ലാംഗ്വേജിന് ഏറ്റവും മാക്സിമം കിട്ടാവുന്ന പോയിന്റ് എന്ന് പറയുന്നത് 20 പോയിന്റ്സാണ്. PT എക്സാമിൽ നിങ്ങളൊരു 79 ഓർ എബവ് മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 20 പോയിന്റ്സ് കിട്ടും. ഒരുപാട് കുട്ടികൾ ഇപ്പം നമുക്ക് അങ്ങനെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഈ 79 മേടിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ IELTS-ഉമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ 8 ബാൻഡാണ്. ഈ IELTS-ന് 8 ബാൻഡ് മേടിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള പണിയല്ലല്ലോ. PTക്ക് IELTS-ന്റെ അത്രയും പ്രയാസമുണ്ട് എന്ന് ഞാൻ പറയുന്നില്ലെങ്കിൽ പോലും നല്ലവണ്ണം പ്രാക്ടീസോടുകൂടെ നല്ലവണ്ണം പഠിച്ചെങ്കിൽ മാത്രമേ നല്ല ട്രെയിനിങ്ങും നല്ല ഗൈഡൻസും കിട്ടിയെങ്കിൽ നിങ്ങൾക്കൊരു 79 ഓർ എബോവ് സ്കോർ മേടിക്കാൻ സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ 10 ദിവസത്തിനിടയ്ക്ക് എൻ്റെ 4 സ്റ്റുഡൻസിനാണ് 79 ഓർ എബോവ് സ്കോർ കിട്ടിയിട്ടുള്ളത്. അവർ നല്ലവണ്ണം ഹാർഡ് വർക്ക് ചെയ്ത് നല്ല ട്രെയിനിങ് ഒക്കെ കിട്ടി പഠിച്ചത് കൊണ്ടാണ് അവർക്ക് ആ സ്കോർ കിട്ടിയത്. അപ്പോൾ PT 79 ഓർ എബോവ് സ്കോർ മേടിക്കണമെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട 5 കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ PT സ്റ്റോറീസ് എന്ന് പറയുന്ന ഈ പേജ് ഫോളോ ചെയ്തിട്ട് PT 79 എന്ന് താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് ഞാൻ അയച്ചു തരാം. തീർച്ചയായിട്ടും നിങ്ങൾക്കത് വളരെ യൂസ്ഫുൾ ആയിരിക്കും.